ഹായ് വെൽക്കം ടു സെൻസർ സ്കൂൾ ഓഫ് ലൈഫ് സയൻസസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിഷറീസ് എക്കണോമിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ കുറച്ച് ഓർഗനൈസേഷനെ പറ്റിയിട്ടും എഗ്രിമെന്റ്സിനെ പറ്റിയിട്ടും ആണ്. ആദ്യം തന്നെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗാട്ട് എന്ന് പറയുന്ന എഗ്രിമെന്റിനെ പറ്റിയിട്ടാണ്. അപ്പൊ ഗാട്ട് ഒട്ടുമിക്ക ആൾക്കാരും കേട്ടിട്ടുള്ളതായിരിക്കും. അതിന്റെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ജനറൽ എഗ്രിമെന്റ് ഓൺ ടാരിഫ് ആൻഡ് ട്രേഡ് എന്നാണ്. അപ്പൊ ഈ ഗാട്ട് എന്തിനാണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ അതൊരു ഇന്റർനാഷണൽ അഗ്രിമെന്റ് ആണ്. നമ്മുടെ ഇന്ത്യയുടെ മാത്രമല്ല, ഒരു ഇന്റർനാഷണൽ അഗ്രിമെന്റ് ആണ്. ഇത് കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടാരിഫ് അല്ലെങ്കിൽ നികുതി കുറയ്ക്കാൻ വേണ്ടിയിട്ട്, നികുതി ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് എന്ത് കൊണ്ടുവന്നിട്ടുള്ളത്, ഗാട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ആൻഡ് അതുപോലുള്ള ട്രേഡ് ബാരിയേഴ്സിനെയൊക്കെ എന്ത് ചെയ്യുന്നു, റെഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് രാജ്യങ്ങൾ തമ്മിലുള്ള സൗജന്യമായിട്ടുള്ള വ്യാപാരത്തിന് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ ഇതിനു വേണ്ടിയിട്ടാണ് ഗാട്ട് എന്ന് പറയുന്ന ഒരു എഗ്രിമെന്റ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഇത് സൈൻ ചെയ്തത് എന്നാന്ന് ചോദിച്ചാൽ 1947-ലാണ്. അത് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ആ ഒരു വർഷമാണ് എന്ത് കൊണ്ടുവന്നിട്ടുള്ളത്, ഗാട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അത് നിലവിൽ വന്നത് തൊട്ടടുത്ത വർഷം 1948-ലാണ്. ഓക്കെ. ദെൻ ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ജനീവയിലാണ്, സ്വിറ്റ്സർലാൻഡ്. ഒട്ടുമിക്ക ഇന്റർനാഷണൽ ഏജൻസീസിന്റെയും ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് എവിടെയായിരിക്കും? ജനീവയിലാണ്. അപ്പോൾ ഗാട്ടിന്റെയും എവിടെയാണ്? ജനീവയിലാണ്, സ്വിറ്റ്സർലാൻഡിലാണ് എന്ത് വരുന്നത്, ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. ദെൻ ഇവരുടെ മെയിൻ ഒബ്ജക്റ്റീവ്സ് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ടാരിഫ് റെഡ്യൂസ് ചെയ്യുക, അതായത് ഇമ്പോർട്ട് ഡ്യൂട്ടീസ്, നമ്മൾ ഇറക്കുമതി ചെയ്യുമ്പോഴുള്ള ഡ്യൂട്ടീസ് അതെന്ത് ചെയ്യുക, കുറയ്ക്കുക. ദെൻ ഇന്റർനാഷണൽ ട്രേഡിനെ പ്രൊമോട്ട് ചെയ്യുക. അതുപോലെ ട്രേഡ് ഡിസ്ക്രിമിനേഷനെ എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യുക. അതായത് ചില രാജ്യങ്ങളിലേക്കുള്ള നമ്മുടെ ട്രേഡിന് മാർക്കറ്റ്സ് ഓപ്പൺ ആകാതെ ഇരിക്കുക, അല്ലെ, അല്ലെങ്കിൽ ചില രാജ്യത്തേക്ക് നമുക്ക് കയറ്റുമതി ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ചില രാജ്യത്ത് നമുക്ക് ഇറക്കുമതി ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ബാരിയേഴ്സ് അല്ലെങ്കിൽ ട്രേഡ് ഡിസ്ക്രിമിനേഷൻ ഒക്കെ എന്ത് ചെയ്യുന്നു, എടുത്തു മാറ്റുന്നു. അതായത് ചിലപ്പോ ഇങ്ങനെ മോസ്റ്റ് ഫേവേർഡ് നേഷൻ പറഞ്ഞ ഇന്ന രാജ്യത്ത് നിന്ന് മാത്രമുള്ള സാധനങ്ങൾ നമ്മൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക, അങ്ങനെയൊന്നുമില്ല. ഓക്കെ, അങ്ങനെയുള്ള ഡിസ്ക്രിമിനേഷൻസിനൊക്കെ എന്ത് ചെയ്യുന്നു, റിമൂവ് ചെയ്യുന്നു. ഇതൊക്കെയാണ് ഇവരുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ദെൻ എക്കണോമിക് കോപ്പറേഷൻ എമംഗ് കൺട്രീസ്, അതായത് രാജ്യങ്ങൾ തമ്മിലുള്ള എക്കണോമിക് കോപ്പറേഷനെ എൻകറേജ് ചെയ്യുക എന്നുള്ളതും ഗാട്ടിന്റെ ഒരു ഒബ്ജക്റ്റീവ് ആണ്. ഓക്കെ. ദെൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവരുടെ ഇമ്പോർട്ടന്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. മോസ്റ്റ് ഫേവേർഡ് നേഷൻ പ്രിൻസിപ്പലിനെ മാറ്റുക. അങ്ങനെ ഒരു രാജ്യത്തിന് മാത്രം പ്രയോറിറ്റി കൊടുക്കാതെ എല്ലാ അംഗരാജ്യങ്ങൾക്കും, ഈ ഒരു ഗാട്ടിൽ സൈൻ ചെയ്തിട്ടുള്ള എല്ലാ രാജ്യങ്ങൾക്കും എന്ത് കൊടുക്കുക, ഈക്വൽ പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. ദെൻ നാഷണൽ ട്രീറ്റ്മെന്റ്, അതായത് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള പ്രോഡക്ട്സിനെ നമ്മുടെ സ്വന്തം പ്രൊഡക്റ്റുമായിട്ട് ഈക്വലി എന്ത് ചെയ്യുന്നു, ട്രീറ്റ് ചെയ്യുന്നു. അതുപോലെ ഇതാണ് ഇവരുടെ മറ്റൊരു പ്രിൻസിപ്പിൾ. അത് ഇംപ്ലിമെന്റ് ചെയ്യാനാണ് ഇവർ ശ്രമിക്കുന്നത്. അതായത് ഇപ്പോ നമുക്കൊരു ഫോറിൻ പ്രൊഡക്റ്റ് നമ്മൾ ഇറക്കുമതി ചെയ്യുന്നു. അതേ പ്രൊഡക്റ്റ്, അതേപോലത്തെ സാധനം നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ആ നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കുന്ന ഡൊമസ്റ്റിക് പ്രൊഡക്റ്റും ഈ ഇമ്പോർട്ട് ചെയ്ത പ്രൊഡക്റ്റിനും ഈക്വലി ട്രീറ്റ് ചെയ്യണം മാർക്കറ്റിൽ എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഇവർക്കുള്ളത്. പക്ഷെ നമ്മൾ എപ്പോഴും ഫോറിൻ പ്രൊഡക്ട്സിനായിരിക്കും കൂടുതൽ കൊടുക്കുന്നത്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലേ? അപ്പൊ അത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതുപോലെ ട്രേഡ് ലിബറലൈസേഷൻ, അതായത് ടാരിഫ്, ട്രേഡ് ബാരിയേഴ്സ് ഒക്കെ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം. നികുതി കുറയ്ക്കുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം. ഇനി ഗാട്ടിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ഇതിനൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിം വർക്കോ സ്ട്രക്ചറോ ഒന്നും ഇല്ല. അപ്പൊ അതാണ് ഒന്നാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഓരോ വർഷം കഴിയുന്തോറും അല്ലെങ്കിൽ പുതിയ പുതിയ കാലഘട്ടത്തിലേക്ക് എത്തുന്തോറും പുതിയ പുതിയ ഇഷ്യൂസ് വരും, അല്ലെ? അങ്ങനെ വന്നൊരു ഇഷ്യൂ ആണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി. നമ്മുടെ പേറ്റന്റ് റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ട്രേഡ് മാർക്ക് പോലുള്ള കാര്യങ്ങൾ റിലേറ്റ്, കോപ്പിറൈറ്റ് പോലുള്ള കാര്യങ്ങൾ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ്. അപ്പൊ ഈ ഇഷ്യൂസിനെ അഡ്രസ് ചെയ്യാനോ ഹാൻഡിൽ ചെയ്യാനോ ആരെ കൊണ്ട് പറ്റുന്നില്ല? ഗാർഡിനെ കൊണ്ട് പറ്റുന്നില്ല. അത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലിമിറ്റേഷൻ ആണ്, അല്ലെ? അതുപോലെ ഇവർക്കൊരു ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് സിസ്റ്റം ഒന്നുമില്ല. അവരുടെ ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് സിസ്റ്റം വളരെ വീക്കാണ്. അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ട് 1995 നമ്മൾ ഗാട്ടിന് പകരം പുതിയൊരു ഓർഗനൈസേഷൻ നമ്മൾ കൊണ്ടുവന്നു. അതാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, WTO. അപ്പൊ ഗാട്ടിനെ WTO റീപ്ലേസ് ചെയ്ത ഇയർ ഏതാണ്? 1995 ആണ്. അപ്പൊ ഈ ഒരു ലിമിറ്റേഷൻസ് കൊണ്ടാണ്
പുതിയൊരു എഗ്രിമെന്റ് നിലവിൽ വന്നത്. അപ്പൊ ഗാട്ട് വന്നത് 1947-ലാണ്, നിലവിൽ വന്നത് 1948-ലാണ്. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ജനീവയിലാണ്, സ്വിറ്റ്സർലൻഡിലാണ്. മെയിൻ ഉദ്ദേശം ടാരിഫ് കുറയ്ക്കുക എന്നുള്ളതാണ്. ഇതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഡിസ്പ്യൂട്ട് സിസ്റ്റം ഇല്ല, ഒരു ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് സിസ്റ്റം ഇല്ല, അതുപോലെ എന്തില്ല, സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ ഇല്ല, അതുപോലെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിനെ പോലുള്ള ഇഷ്യൂസിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു എഗ്രിമെന്റിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് 1995 പുതിയൊരു എഗ്രിമെന്റ് വന്നു, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ വന്നു. അതാണ് എന്ത്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. അപ്പൊ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് WTO-നെ പറ്റിയിട്ടാണ്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്താണ്? ഈ സെയിം ഉദ്ദേശത്തോടെ കൊണ്ടുവന്ന എന്താണ്, അതിന്റെ ഗാട്ടിന്റെ ലിമിറ്റേഷൻസിനെയൊക്കെ മറികടന്ന ഒരു ഓർഗനൈസേഷനാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് ഏത് വർഷമാണ്? 1995-ലാണ്, ജാനുവരി 1-നാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് സെയിം ആണ്, ജനീവ, സ്വിറ്റ്സർലാൻഡ്. ഇവരുടെ ഒബ്ജക്റ്റീവ്സും എന്താണ്? ഏറെക്കുറെ സിമിലർ ആണ് അല്ലെ? എന്തൊക്കെയാണ്? ഫ്രീ ആൻഡ് ഫെയർ ഇന്റർനാഷണൽ ട്രേഡ് പ്രൊമോട്ട് ചെയ്യുക, ട്രേഡ് ബാരിയേഴ്സിനെ റെഡ്യൂസ് ചെയ്യുക, ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ്സ് മെക്കാനിസം ഒക്കെ എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. അതായത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വരണമെങ്കിൽ അതിന്റെ സെറ്റിൽമെന്റിനൊക്കെ ഇവര് മുന്നിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള എക്കണോമിക് ഗ്രോത്തിനെ എൻകറേജ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഇവരുടെ ഒബ്ജക്റ്റീവ്സ്. ആൻഡ് മെയിൻ ഫങ്ഷൻസ് എന്താണ്? ട്രേഡ് എഗ്രിമെന്റ്സിനൊക്കെ അഡ്മിനിസ്റ്റർ ചെയ്യും, അതുപോലെ ട്രേഡ് ഡിസ്പ്യൂട്ട്സിനെ സെറ്റിൽ ചെയ്യുന്നുണ്ട്, നാഷണൽ ട്രേഡിനെ മോണിറ്റർ ചെയ്യുന്നുണ്ട്, അതുപോലെ ടെക്നിക്കൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഡെവലപ്ഡ് കൺട്രീസ് ഓൾറെഡി അവർക്ക് എന്താണ്, അസിസ്റ്റൻസിന്റെ ഒന്നും ആവശ്യമില്ല. എന്നാൽ ഡെവലപ്പിംഗ് കൺട്രീസിന് എന്ത് ആവശ്യമുണ്ട്? ടെക്നിക്കൽ അസിസ്റ്റൻസ്, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പൊ അങ്ങനെയുള്ള അസിസ്റ്റൻസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ WTO എല്ലാ ട്രേഡിനും വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ നമ്മുടെ ഫിഷറീസിൽ ഇവരുടെ ഇൻഫ്ലുവൻസ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന കമ്മോഡിറ്റി എന്താണ്? ഫിഷറീസ് പ്രൊഡക്റ്റ് ആണ് അല്ലെ? ഫിഷറീസ് പ്രൊഡക്റ്റ് ആയിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇപ്പൊ ഈ ചില റെഗുലേഷൻസ് ഒക്കെ WTO വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ സീ ഫുഡിന്റെ ട്രേഡ്, അതിൽ റെഗുലേഷൻ ഉണ്ട്. അതുപോലെ എക്സ്പോർട്ട് സബ്സിഡീസ് റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. ട്രേഡ് റെസ്ട്രിക്ഷൻസ് റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സിനെയും റെഗുലേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇതൊക്കെ WTO-ന്റെ ഫിഷറീസ് റിലേറ്റഡ് ആയിട്ടുള്ള റെഗുലേഷൻസ് ആണ്. ഇനി ഫിഷറീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇവർ കുറച്ച് സബ്സിഡീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഫ്യൂവൽ സബ്സിഡീസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇന്ധനത്തിന്റെ സബ്സിഡി കൊടുക്കുന്നുണ്ട്. അതുപോലെ വെസൽ കൺസ്ട്രക്ഷൻ സബ്സിഡീസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഫിഷിംഗ് ഗിയറിന് സബ്സിഡീസ്, നമ്മൾ നേരത്തെ ഒരു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഫിഷിംഗ് ഗിയറിനൊക്കെ വേണ്ടിയിട്ട് സബ്സിഡീസ് പ്രൊവൈഡ് ചെയ്യുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ പറ്റി അല്ലെ? അതുപോലെ ഈ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഫിഷിംഗ് ഗിയേഴ്സ് വാങ്ങാനുള്ള സബ്സിഡീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സബ്സിഡീസ് ഒക്കെ കിട്ടുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും? കൂടുതൽ എക്യുപ്മെന്റ്സ് വാങ്ങിയിട്ട് കൂടുതലായിട്ട് ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അല്ലെ? അപ്പൊ അത് ഇതിന്റെ ഒരു ഇൻഡയറക്റ്റ് എഫക്റ്റ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ഈ സബ്സിഡീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ ഒരു ഇൻഡയറക്റ്റ് എഫക്റ്റ് ആയിട്ട് ഓവർ ഫിഷിങ് വരാം, അല്ലെങ്കിൽ റിസോഴ്സ് ഡിപ്ലീഷൻ വരാം. അപ്പൊ അങ്ങനെ ഒരു കാര്യത്തിന് എന്താണ്, കുറയ്ക്കാൻ വേണ്ടിയിട്ട് WTO എന്ത് ചെയ്യുന്നുണ്ട്? ഹാർംഫുൾ ഫിഷറി സബ്സിഡീസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് WTO-യുടെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് നോൺ ടാരിഫ് ബാരിയേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ട്രേഡ് റെസ്ട്രിക്ഷനെ പറ്റിയിട്ടാണ്. അപ്പൊ ഇതെന്തല്ല, ടാരിഫ് റിലേറ്റഡ് അല്ല, നോൺ ടാരിഫ് ബാരിയേഴ്സ് ആണ്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇമ്പോർട്ട് കോട്ടാസ്, അതുപോലെ ലൈസൻസിങ് റിക്വയർമെന്റ്സ്, സാനിറ്ററി ആൻഡ് ഫൈറ്റോ സാനിറ്ററി സ്റ്റാൻഡേർഡ്സ്, ടെക്നിക്കൽ സ്റ്റാൻഡേർഡ്സ്, പാക്കേജിംഗ് ആൻഡ് ലേബലിംഗ് റൂൾസ് പോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ നോൺ ടാരിഫ് ബാരിയേഴ്സിനകത്ത് വരുന്നത്. അപ്പൊ ഇതൊക്കെ ഇവരുടെ മെയിൻ ഉദ്ദേശം എന്താണ്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആണ് അല്ലെ? അപ്പൊ ഇത് ഈ എക്സ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾ വാങ്ങി യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്താണ്, അപകടങ്ങൾ അല്ലെങ്കിൽ ദോഷങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് ആണ് ഇവരെടുക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്? സർട്ടിഫിക്കേഷൻ ലൈക്ക് HACCP സർട്ടിഫിക്കേഷൻ, അതൊരു ഫുഡ് സെക്യൂരിറ്റി സർട്ടിഫിക്കേഷൻ ആണ്. എന്തെങ്കിലും ഹസാർഡ് ഉണ്ടോ എന്ന് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അതുപോലെ ഫുഡ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്, അപ്പൊ ഇങ്ങനെയുള്ള ചില സർട്ടിഫിക്കറ്റ്സ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ അവർ എന്ത് ചെയ്യുന്നുണ്ട്? നോക്കുന്നുണ്ട്. അതുപോലെ ആന്റിബയോട്ടിക് റെസിഡ്യൂ ലിമിറ്റ്, അതറിയാം, ഫിഷിനൊക്കെ ആന്റിബയോട്ടിക് ഒക്കെ പ്രൊവൈഡ് ചെയ്ത്
അല്ലെങ്കിൽ ഫിഷിന് എന്തെങ്കിലുമൊക്കെ ഡിസീസ് വരാതിരിക്കാൻ വേണ്ടി ആന്റിബയോട്ടിക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ റെസിഡ്യൂസ് എന്താണ് ഈ പ്രൊഡക്റ്റിലും കാണും അല്ലെ. അപ്പൊ ഈ പ്രൊഡക്റ്റിൽ അതിന്റെ ഒരു നിശ്ചിത അളവുണ്ട്. അതിൽ കൂടുതലായാൽ അത് എന്തല്ല കൺസ്യൂമർ സേഫ്റ്റി അല്ലെങ്കിൽ കൺസ്യൂമറിന് സേഫ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന അതല്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചെക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ എക്കോ ലേബലിംഗ്, അതായത് എക്കോ ഫ്രണ്ട്ലി ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ വേണം എന്നിവർ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുമെങ്കിലും എന്താണ് ഇത് മറ്റൊരു തരത്തിൽ ചിന്തിച്ചാൽ അതൊരു ട്രേഡിന് ഒരു ബാരിയർ ആണ് അല്ലെ. ട്രേഡ് ബാരിയർ ആയിട്ട് ഒരു ഹിഡൻ ട്രേഡ് ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇവരെ നോൺ ടാരിഫ് ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എഗ്രിമെന്റ് ഓൺ ആന്റി ഡംപിങ്. ഈ ആന്റി ഡംപിങ് എന്ന് പറഞ്ഞാൽ, ഡംപിങ് എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ, ഇപ്പൊ നമ്മുടെ രാജ്യത്ത് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മുടെ രാജ്യത്ത് പുട്ടുപൊടി ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, പോട്ടെ, ഫിഷറീസ് അല്ലേ, നമ്മളിപ്പോ മീനിന്റെ റിലേറ്റഡുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഫിഷറീസ് പ്രോഡക്ട്സ് റിലേറ്റഡ് ആയിട്ടാണ് പറയുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമ്മുടെ രാജ്യത്ത് നമ്മള് മീനച്ചാർ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ അമേരിക്കയിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് മീനച്ചാർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കുന്ന മീനച്ചാറിനെക്കാളും അമേരിക്കയിൽ നിന്ന് വന്ന മീനച്ചാറിന് വില കുറവാണെങ്കിൽ, സെയിം ക്വാളിറ്റി ആണ്, വില കുറവാണ് എങ്കിൽ നമ്മുടെ നാട്ടുകാർ എന്ത് ചെയ്യും? അമേരിക്കയിൽ നിന്ന് വന്ന മീനച്ചാറ് വാങ്ങാൻ നോക്കും അല്ലെ. അല്ലെങ്കിൽ തിരിച്ചാവട്ടെ, നമ്മുടെ നാട്ടിലാണ് ഈ അച്ചാർ ഐറ്റംസ് ഒക്കെ എന്താണ് ഫേമസ് ആയിട്ടുള്ളത് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, അമേരിക്കയിൽ തനതായിട്ട് അവർക്ക് എന്തുണ്ട്, പിക്കിൾ ഉണ്ടെന്ന് വെച്ചോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടുത്തെ ഇന്ത്യൻ സ്പൈസസ് ഒക്കെ ഇട്ട് നല്ല പിക്കിള് അങ്ങോട്ടേക്ക് കയറ്റി അയക്കുന്നു. അവരുടെ ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിനെക്കാളും വില കുറച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, അങ്ങോട്ടേക്ക് കയറ്റി അയക്കുന്നു. അപ്പൊ അവിടുത്തെ ആൾക്കാർ എന്ത് ചെയ്യും? ആ, ഇവിടെ നിന്ന് വന്ന സാധനം, വില കുറവുള്ള സാധനം അധികമായിട്ട് വാങ്ങിയിട്ട് അവരുടെ മാർക്കറ്റിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ എന്ത് ചെയ്യുന്നു, വാങ്ങുന്നില്ല. അപ്പൊ എന്ത് സംഭവിക്കും? ആ രാജ്യത്തിന്റെ അവരുടെ സ്വന്തം ഡൊമസ്റ്റിക് പ്രൊഡക്ട്സിന്റെ ഇൻഡസ്ട്രീസ് എന്ത് ചെയ്യും, സഫർ ചെയ്യാൻ ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അവരുടെ വിൽപ്പന നടക്കില്ല. അപ്പൊ ഇങ്ങനെ വരുമ്പോ ആ രാജ്യത്തിന് അത് നഷ്ടമല്ലേ? നഷ്ടമാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ നമ്മള് വില കുറച്ച് ചീപ്പായിട്ട് സാധനങ്ങൾ വിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ രാജ്യം എന്ത് ചെയ്യും, നമ്മൾ ഡംപ് ചെയ്യുകയാണെന്ന് മനസ്സിലാക്കിയാൽ അവരെന്ത് ചെയ്യും, നമുക്ക് ആന്റി ഡംപിങ് ഡ്യൂട്ടി എന്ത് ചെയ്യും, ഇമ്പോസ് ചെയ്ത് തരും. ഓക്കെ, മനസ്സിലായോ? അപ്പൊ നമ്മൾ വില കുറച്ച് സാധനങ്ങൾ കയറ്റി അയക്കുകയാണെങ്കിൽ ആ രാജ്യം എന്ത് ചെയ്യും, അവരുടെ സാധനത്തിനേക്കാളും വില കുറവാണെങ്കിൽ അവരെന്ത് ചെയ്യും, നമുക്കൊരു ആന്റി ഡംപിങ് ഡ്യൂട്ടി അടിച്ചു തരും. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒരു എമൗണ്ട് അവിടെ ഒടുക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ചീപ്പായിട്ട് ഈ സാധനം അവിടെ വിൽക്കാൻ പറ്റൂ. അപ്പൊ അങ്ങനെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അവരുടെ ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിന്റെ അതേ വിലയ്ക്കോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വിലയ്ക്കോ എന്ത് ചെയ്യും, എക്സ്പോർട്ട് ചെയ്യും അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോ അവരുടെ ഇൻഡസ്ട്രീസിന് എന്ത് പറ്റില്ല, ഇടിവ് സംഭവിക്കില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ആന്റി ഡംപിങ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ. ദെൻ അപ്പൊ ഈ ആന്റി ഡംപിങ് എപ്പോഴൊക്കെയാണ് ഇമ്പോസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ നമ്മളിപ്പോ ഒരു സാധനം എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് ഒരു ടൈപ്പ് ഓഫ് ഡംപിങ് ആണെന്ന് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു ആന്റി ഡംപിങ് ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യാം. അതുപോലെ നമ്മുടെ എക്സ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് അവരുടെ നാട്ടിലെ ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിന്റെ ഇൻഡസ്ട്രീനെ സഫർ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് തകർക്കുകയാണെങ്കിൽ, അവരുടെ മാർക്കറ്റ് തകർക്കുകയാണെങ്കിൽ അതും എന്താണ്, ഒരു ഡംപിങ് ആയിട്ട് കണക്കാക്കും. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ആന്റി ഡംപിങ് ഡ്യൂട്ടീസ് എന്ത് ചെയ്യുന്നത്, ഇമ്പോസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഈ ആന്റി ഡംപിങ്ങിന്റെ എഗ്രിമെന്റ്. ഇത് WTO വെച്ചിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ്. നമ്മൾ എന്താണ്, ഒരു രാജ്യത്തിന്റെ ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിനേക്കാളും വില കുറവില് നമ്മുടെ പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ആ രാജ്യത്തിന് നമുക്ക് മേൽ എന്ത് ചുമത്താം, ആന്റി ഡംപിങ് ഡ്യൂട്ടി ചുമത്താം. ദെൻ ട്രേഡും എൻവയോൺമെന്റും. നമ്മൾ ട്രേഡ് കാരണം എൻവയോൺമെന്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടോ എന്ന് നോക്കുകയാണ്. അപ്പൊ ഉണ്ടാവുന്നുണ്ട് അല്ലെ. എന്തൊക്കെ കൺസേൺസ് ഉണ്ടാവുന്നുണ്ട്? ഓവർ ഫിഷിംഗ് ഉണ്ടാവുന്നുണ്ട്, ഹാബിറ്റാറ്റ് ഡിസ്ട്രക്ഷൻ, ബൈ ക്യാച്ച് ഓഫ് നോൺ ടാർഗറ്റഡ് സ്പീഷീസ്, ദെൻ മറൈൻ പൊല്യൂഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇനി എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ രാജ്യത്തുള്ള ഒരു പ്രൊഡക്റ്റിന്, ഫോർ എക്സാമ്പിൾ ഒരു സീ ഫുഡിന് പുറം രാജ്യത്ത് മാർക്കറ്റ് കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കൂടുതലായിട്ട് ഫിഷ് ചെയ്ത് ഇതിനെ കയറ്റി അയക്കാൻ നോക്കും അല്ലെ. അപ്പൊ അങ്ങനെ കൂടുതലായിട്ട് ഫിഷ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കാം, ഓവർ ഫിഷിങ്ങും സംഭവിക്കാം. അതുപോലെ ഹാബിറ്റാറ്റ് ഡിസ്ട്രക്ഷനും
സംഭവിക്കാം. ദെൻ നമ്മൾ ഒരു പർട്ടിക്കുലർ സ്പീഷിനെ എയിം ചെയ്ത് ക്യാച്ച് ചെയ്യാനിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ട്യൂണയിനെ എയിം ചെയ്യുകയാണ്. അപ്പൊ നമ്മൾ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് പോകുന്നു, ഫിഷ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ട്യൂണ മാത്രമായിരിക്കോ കിട്ടുന്നത്? അല്ല, നമ്മൾ എയിം ചെയ്യാത്ത മറ്റ് സ്പീഷീസ് നമുക്ക് കിട്ടും. ചിലപ്പോൾ നമുക്ക് ഈ ട്യൂണയുടെ തന്നെ ജുവനൈൽസിനെ കിട്ടാറുണ്ട് അല്ലെ? അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പർട്ടിക്കുലർ സൈസിലുള്ള ആൾക്കാരെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിൽ കുഞ്ഞു സൈസിലുള്ള ഫിഷസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്താണ്? അത് വേസ്റ്റ് ആണ്. അപ്പൊ എന്ത് ചെയ്യും? ഈ വേസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ബൈ ക്യാച്ച് ആയിട്ട് വന്ന ഈ ഫിഷസിനെ നമ്മൾ എന്ത് ചെയ്യും? തിരിച്ച് സീയിലേക്ക് തന്നെ തിരിച്ച് റിലീസ് ചെയ്യും അല്ലെ? അപ്പൊ ഈ റിലീസ് ചെയ്യുന്നത് ശരിക്കും അതിന്റെ ഹാബിറ്റാറ്റിലായിരിക്കുമോ? അല്ല. പ്രഷർ ഡിഫറൻസ് കാണും അല്ലെ? നമ്മൾ ഇത് ജീവിക്കുന്ന പ്രഷറിലല്ലായിരിക്കും നമ്മൾ ഇതിനെ തിരിച്ച് റിലീസ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു പ്രഷർ ഡിഫറൻസ് ഇവരുടെ എന്താണ് അവരെ നശിപ്പിക്കുക. അത് മാത്രമല്ല, നമ്മൾ ഈ ഡംപ് ചെയ്യുന്നത് തിരിച്ച് റിലീസ് ചെയ്യുന്നത് എപ്പോഴായിരിക്കും? കരയ്ക്ക് കൊണ്ടുവന്ന് നമുക്ക് ആവശ്യമുള്ള ആൾക്കാരെ സോർട്ട് ചെയ്ത് മാറ്റിയിട്ട് ബാക്കിയുള്ളവരെ ആയിരിക്കും റിലീസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇവരെ ക്യാപ്ചർ ചെയ്ത് ബോട്ടിനുള്ളിൽ വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ആ നമുക്ക് ആവശ്യമുള്ള ആൾക്കാരെ സെഗ്രിഗേറ്റ് ചെയ്ത് മാറ്റിയിട്ട് ബാക്കിയുള്ളതിനെ റിലീസ് ചെയ്യുന്നത്. ആ സമയം കൊണ്ട് എന്താണ്? ബൈ ക്യാച്ച് ഒക്കെ ചത്തുപോയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ബൈ ക്യാച്ച് കൂടുതലായിട്ട് നമ്മൾ എന്താണ് ക്യാപ്ചർ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ എന്ത് സംഭവിക്കാം? ഇവരുടെ പോപ്പുലേഷൻ കുറയാ അല്ലെ? ഈ ഒരു സ്പീഷീസിന്റെ പോപ്പുലേഷൻ കുറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ഇമ്പാക്റ്റുകൾ ട്രേഡിങ് കാരണം ഉണ്ടാവാറുണ്ട്. ദെൻ അപ്പൊ ഈ ഒരു ഇമ്പാക്ട്സിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വച്ചിട്ടുള്ള കുറച്ച് മെഷേഴ്സ് ആണ് എക്കോ ലേബലിംഗ് ഓഫ് സീ ഫുഡ്. അപ്പൊ ഈ സീ ഫുഡിന്റെ എക്കോളജിക്കലി ഇത് സേഫ് ആണ് എന്നുള്ള ലേബലിംഗ് ചെയ്യണം. അതുപോലെ സസ്റ്റൈനബിൾ ഫിഷിംഗ് സർട്ടിഫിക്കറ്റ്, സസ്റ്റൈനബിൾ ആയിട്ടാണ് ഫിഷ് ചെയ്തതെന്നുള്ള സർട്ടിഫിക്കറ്റ്സ് നമ്മൾ എന്ത് ചെയ്യണം? പ്രൊഡ്യൂസ് ചെയ്യണം. അതുപോലെ മറൈൻ കൺസർവേഷൻ പോളിസീസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ട് നമുക്ക് ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും? എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ചില എന്താണ് ഇന്റർനാഷണൽ അഗ്രിമെന്റ്സ് ആണ് FAO കോഡ് ഓഫ് കണ്ടക്ട് ഫോർ റെസ്പോൺസിബിൾ ഫിഷറീസും കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി. ഇതൊക്കെ എന്താണ്? നമ്മുടെ ഓവർ ഫിഷിങ്ങും ഹാബിറ്റാറ്റ് ഡിസ്ട്രക്ഷനും ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഇന്റർനാഷണൽ അഗ്രിമെന്റ്സ് ആണ്. ഇതിന്റെ ഒരു ഗോൾ എന്താണ്? ബാലൻസ് ബിറ്റ്വീൻ ട്രേഡ് ഗ്രോത്ത് ആൻഡ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ. അപ്പൊ ഈ ഒരു എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷനും നടക്കണം, എന്നാൽ ട്രേഡും നടക്കണം എന്നുള്ള കാര്യത്തിന്റെ ഒരു ബാലൻസ്, അതാണ് ഈ ഒരു ഫിഷറീസ് ട്രേഡ് ആൻഡ് എൻവയോൺമെന്റ് എന്ന് പറയുന്ന ഒരു കാര്യത്തിന്റെ ഗോൾ എന്ന് പറയുന്നത്. ഇമ്പാക്ട് ഓഫ് ഗ്ലോബലൈസേഷൻ ഇൻ ഫിഷറീസ്, അതാണ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോകരാജ്യങ്ങളെ മൊത്തം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ മൊത്തം എന്താണ് ട്രേഡ്, ടെക്നോളജി, ഇൻവെസ്റ്റ്മെന്റ് ഇതെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പൊ അതിനെയാണ് നമ്മൾ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ഗ്ലോബലൈസേഷന് എന്തുണ്ട്? പോസിറ്റീവ് ഇമ്പാക്ട്സും ഉണ്ട്, നെഗറ്റീവ് ഇമ്പാക്ട്സും ഉണ്ട്. പോസിറ്റീവ് ഇമ്പാക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഒരുപാട് മാർക്കറ്റ് ഓപ്പൺ ആവും അല്ലെ? നമുക്കിപ്പോ സപ്പോസ് നമ്മള് അമേരിക്കയിലേക്ക് അല്ലെങ്കിൽ ഫ്രാൻസിലേക്ക്, റഷ്യയിലേക്ക് മാത്രം നമ്മൾ ഇങ്ങനെ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ആയി കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ പ്രൊഡക്ട്സ് കൂടുതൽ നമുക്ക് സെൽ ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് നമുക്ക് പ്രോഫിറ്റ് കിട്ടും അല്ലെ? അപ്പൊ ഈ ഒരു എക്സ്പാൻഷൻ ഓഫ് സീ ഫുഡ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ആണ്. ദെൻ അവരുടെ ഒരു ടൈപ്പ് ഓഫ് എന്താണ് അക്വാകൾച്ചർ പ്രാക്ടീസും അല്ലെങ്കിൽ നമ്മുടെ പ്രാക്ടീസ് അങ്ങോട്ടും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതുപോലെ മറ്റുള്ള രാജ്യങ്ങൾ നമ്മുടെ രാജ്യത്ത് എന്ത് ചെയ്യാൻ പറ്റും? ഇൻവെസ്റ്റ് ചെയ്യും അല്ലെ? നമ്മുടെ ഇൻഡസ്ട്രീസിന് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് നല്ല ക്വാളിറ്റി സാധനങ്ങൾ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ തരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗ്ലോബലൈസേഷന്റെ ഒരു എന്താണ് ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. അതുപോലെ പ്രോസസ്സിങ്, വാല്യൂ അഡിഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇംപ്രൂവ് ആവുന്നുണ്ട്. സപ്പോസ് നമ്മൾ ഫിഷായിട്ട് എക്സ്പോർട്ട് ചെയ്യാതെ മറ്റുള്ള പ്രോഡക്ട്സ് ആയിട്ട്, ഇപ്പൊ മീനച്ചാറോ അല്ലെങ്കിൽ ഉണക്ക മീനൊക്കെ ആയിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നു വെച്ചോ. അപ്പൊ അതിനുള്ള എന്താണ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇംപ്രൂവ് ആവുന്നുണ്ട്. നെഗറ്റീവ് ഇമ്പാക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, അതുപോലെ സ്മോൾ സ്കെയിൽ ഫിഷേഴ്സ് ഒക്കെ എന്ത് ചെയ്യാം? സഫർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. എപ്പോഴും ലാർജ് സ്കെയിൽ അല്ലെങ്കിൽ വലിയ വലിയ കമ്പനികൾക്കായിരിക്കും ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ വരുന്നത്. അപ്പം സ്മോൾ സ്കെയിൽ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? സഫർ ചെയ്യാൻ അതൊരു കാരണമാകും. ദെൻ കോമ്പറ്റീഷൻ കൂടും. കോമ്പറ്റീഷൻ കൂടുമ്പോൾ തന്നെ എന്ത് സംഭവിക്കും? കൂടുതൽ എക്സ്പ്ലോർട്ട് ചെയ്യും, എൻവയോൺമെന്റൽ ഡീഗ്രഡേഷനും സംഭവിക്കാം. അപ്പൊ ഇതൊക്കെ ഗ്ലോബലൈസേഷന്റെ ഒരു ഇമ്പാക്റ്റ് ആണ്.
Then അടുത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു കറന്റ് സിനാരിയോയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പേറ്റന്റിങ് അല്ലെ. ഇപ്പൊ പേറ്റന്റ് എന്ന് പറയുന്ന സാധനം എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ഇത് എപ്പോഴാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണെന്ന് ചോദിച്ചാൽ ഇതൊരു ലീഗൽ റൈറ്റ് ആണ് അല്ലെ. ഒരു ഒരു വ്യക്തി ഒരു ഇൻവെൻഷൻ കണ്ടുപിടിച്ചു അല്ലെങ്കിൽ ഒരു എന്താണ് പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചു. അപ്പോൾ ആ ആൾക്ക് എന്ത് ചെയ്യാം, ഇതിനെ മറ്റാരും യൂസ് ചെയ്യാതെ പ്രൊട്ടക്ട് ചെയ്യാം. അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അതോറിറ്റി അല്ലെങ്കിൽ ആ ഒരു റൈറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പേറ്റന്റ് എന്ന് പറയുന്നത്. ഈ പേറ്റന്റ് കിട്ടണമെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ച പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ടെക്നോളജി എന്തായിരിക്കണം, ഒരു ന്യൂ ആയിട്ടുള്ളത് അല്ലെങ്കിൽ നോവൽ ആയിട്ടുള്ള ഒരു ടെക്നോളജി അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ആയിരിക്കണം. മുന്നേ ഇവിടെ എക്സിസ്റ്റ് ചെയ്ത സാധനം ആയിരിക്കരുത്. അതുപോലെ നോൺ ഒബ്വിയസ് ആയിരിക്കണം. അതായത് പെട്ടെന്നൊന്നും ഒരാൾക്ക് എന്ത് ചെയ്യും കണ്ടുപിടിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരാൾക്ക് ഇവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് എന്താണ് വരുത്തി കൊണ്ടുവന്ന ഒരു ടെക്നോളജി ആവരുത്. ഓക്കെ. അതുപോലെ യൂസ്ഫുള്ളും ആവണം. ഇത് ഈ ഒരു ടെക്നോളജി കൊണ്ട് നമുക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടാവണം, എന്നാൽ മാത്രമേ എന്ത് കൊടുക്കുകയുള്ളൂ, പേറ്റന്റ് കൊടുക്കുകയുള്ളൂ. പേറ്റന്റിന്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 20 വർഷമാണ്. അപ്പൊ ഒരു ടെക്നോളജി കണ്ടുപിടിച്ച് 20 വർഷത്തേക്ക് എന്താണ് മറ്റാർക്കും ആ ഒരു ടെക്നോളജി യൂസ് ചെയ്യാനുള്ള അനുവാദം ഇല്ല. അപ്പൊ പേറ്റന്റ് കൊടുക്കുന്ന എക്സാമ്പിൾസ് ആണ്. എന്തിനൊക്കെ പേറ്റന്റ് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു പുതിയ ഫിഷ് വാക്സിനോ അക്വാകൾച്ചർ ടെക്നോളജിയോ ജനറ്റിക് എഞ്ചിനീയറിംഗ് ടെക്നിക്സോ ഫിഷ് ഫീഡ് ഫോർമുലേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിനൊക്കെ പേറ്റന്റ് കിട്ടാവുന്നതാണ്. ദെൻ അടുത്തൊരു ഇമ്പോർട്ടന്റ് എഗ്രിമെന്റ് അണ്ടർ WTO ആണ് ട്രിപ്സ് എഗ്രിമെന്റ്. അതായത് ട്രേഡ് റിലേറ്റഡ് ആസ്പെക്ട്സ് ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. അപ്പൊ ഇതെന്താന്ന് ചോദിച്ചാൽ ഓക്കെ, നമുക്കറിയാം ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിനെ പറ്റി നമുക്കറിയാലോ. അതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്, പേറ്റന്റ്, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ് ട്രിപ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവരുടെ ഒബ്ജക്റ്റീവ് എന്താണ്, IPR റിലേറ്റഡ് ആയിട്ടുള്ള റൈറ്റ്സ് അതിനെ ഗ്ലോബലി പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ ഇന്നോവേഷൻ, ടെക്നോളജി ട്രാൻസ്ഫർ പോലുള്ള കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുക, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്പ്യൂട്ട്സിനെ അഡ്രസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ട്രിപ്സ് എഗ്രിമെന്റ് വഴി ഉള്ള അല്ലെങ്കിൽ ആ ട്രിപ്സ് എഗ്രിമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇതിന്റെ റിലവൻസ്, നമ്മുടെ ഒരു ഫിഷറീസ് റിലേറ്റഡ് സെക്ടറിൽ ഇതിന്റെ റിലവൻസ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം അക്വാകൾച്ചർ ടെക്നോളജിയിലൊക്കെ പേറ്റന്റ്സ് എടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പേറ്റന്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. അത് ഏത് എഗ്രിമെന്റ് ആണ്, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അതിൽ ഇടപെടാൻ ആർക്ക് അധികാരമുണ്ട്, ട്രിപ്സ് എഗ്രിമെന്റിന്. അല്ലെങ്കിൽ ട്രിപ്സ് എഗ്രിമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടീനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ദെൻ നമ്മൾ എന്തെങ്കിലും ഒരു ഫിഷ് ബ്രീഡിംഗ് ടെക്നിക്ക് കണ്ടുപിടിച്ചു, അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ ബയോടെക്നോളജി ഇൻവെൻഷൻസ് അല്ലെങ്കിൽ ഇന്നോവേഷൻസിനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ട്രിപ്സ് എഗ്രിമെന്റ് എന്തിന്റെ അണ്ടറിൽ വരുന്നതാണ്, WTOയുടെ അണ്ടറിൽ വരുന്ന ഒരു എഗ്രിമെന്റ് തന്നെയാണ്. അതിന്റെ ഫുൾ ഫോം എന്താണ്, ട്രേഡ് റിലേറ്റഡ് ആസ്പെക്ട്സ് ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്നാണ്. ബയോപൈറസി, ബയോപൈറസി ഇതെല്ലാം ഒരു സിമിലർ ആയിട്ടുള്ള ടോപ്പിക് ആണ് അല്ലെ. ബയോപൈറസി നമുക്കറിയാം, അതായത് ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ബയോളജിക്കൽ റിസോഴ്സ് അല്ലെങ്കിൽ ട്രഡീഷണൽ നോളജിന് ആ ആൾക്കാരുടെ പെർമിഷൻ ഇല്ലാതെ അല്ലെങ്കിൽ അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കാതെ അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്ത് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ബയോപൈറസി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ എക്സാമ്പിൾ എന്താണ്, നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ടർമറിക്, നീം പോലുള്ള കാര്യങ്ങൾക്കൊക്കെ വിദേശികൾ എന്ത് ചെയ്തിട്ടുണ്ട്, പേറ്റന്റ് എടുത്തിട്ടുണ്ട് അല്ലെ. അതൊക്കെ എന്താണ്, ബയോപൈറസി ആണ്. അതായത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഇൻഡിജിനസ് നോളജിനെയാണ് അവർ എന്ത് ചെയ്തത്, എക്സ്പ്ലോർട്ട് ചെയ്തത്. സപ്പോസ് നമ്മുടെ ഇവിടെ ഉള്ള ഒരു ട്രഡീഷണൽ മെത്തേഡ് ഓഫ് എന്താണ് ട്രീറ്റ്മെന്റ് ആണ് ആയുർവേദ അല്ലെ. അപ്പൊ ഈ ആയുർവേദ വേറൊരു രാജ്യം അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തുള്ള ആൾക്കാർ ഈ ഒരു ആയുർവേദിക് ട്രീറ്റ്മെന്റ് അവർ യൂസ് ചെയ്യുകയാണെങ്കിൽ വിത്തൗട്ട് നമ്മുടെ പെർമിഷൻ അല്ലെങ്കിൽ നമുക്ക് കോമ്പൻസേഷൻ ഒന്നും തരാതെ, അതെന്താണ്, ഒരു ബയോപൈറസി ആണ്. ഓക്കെ. അതുപോലെ നമ്മുടെ ഇവിടെയുള്ള ഫിഷ് ജനറ്റിക് റിസോഴ്സസിനെ യൂസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള അക്വാകൾച്ചർ ടെക്നീക്സിന് മറ്റുള്ള രാജ്യങ്ങൾ പേറ്റന്റ് എടുക്കുക എന്നൊക്കെ പറയുന്നത് എന്താണ്, ഒരു ബയോപൈറസിയാണ് അല്ലെങ്കിൽ ബയോപൈറസിക്ക് എക്സാമ്പിൾ ആണ്. അപ്പൊ ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം, ബയോഡൈവേഴ്സിറ്റി ലോസ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം.
അതുപോലെ ബെനിഫിറ്റ് ഷെയറിംഗ് എഗ്രിമെന്റ്സ്, അതുപോലെ കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി പോലുള്ള എന്താണ് അസോസിയേഷൻസ് ഒക്കെ വഴി അല്ലെങ്കിൽ ആ ഒരു കൺവെൻഷൻ ഒക്കെ വഴി നമുക്ക് എന്ത് ചെയ്യാം, ബയോപൈറസിയെ പ്രിവെന്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ലാസ്റ്റ് ടോപ്പിക് ആണ് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം. ഓക്കെ, അപ്പൊ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം എന്താണെന്ന് ഏകദേശം എല്ലാവർക്കും അറിയാം. അതായത് ഒരു നോർമൽ ആയിട്ടുണ്ടായിരുന്ന ഒരു ഓർഗാനിസമിനെ നമ്മൾ എന്ത് ചെയ്തു, അതിന്റെ ജനറ്റിക് മെറ്റീരിയലിനെ ഒന്ന് ഓൾട്ടർ ചെയ്തു. ഓക്കെ, വ്യത്യാസപ്പെടുത്തി. എന്തിനു വേണ്ടിയിട്ടാണ് വ്യത്യാസപ്പെടുത്തിയത്? അതിന്റെ ഫാസ്റ്റർ ഗ്രോത്തിന് വേണ്ടിയിട്ടാവാം, അല്ലെങ്കിൽ അതിന്റെ ഡിസീസ് റെസിസ്റ്റൻസിന് വേണ്ടിയിട്ടാവാം, അല്ലെങ്കിൽ അതിന്റെ എൻവയോൺമെന്റൽ ടോളറൻസ് അതിന് വേണ്ടിയിട്ടാകാം. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഓർഗാനിസമിനെ എന്ത് ചെയ്തു, ജനറ്റിക്കലി അതിനെ ഓൾട്ടർ ചെയ്തെടുത്തു എങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം എന്ന് പറയാം. ഓക്കെ, അപ്പൊ അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് എന്ത്, ജനറ്റിക്കലി മോഡിഫൈഡ് അറ്റ്ലാന്റിക് സാമൺ, അക്യൂ അഡ്വാൻറ്റേജ് സാമൺ എന്ന് പറയും. അതുപോലെ മറ്റൊരു എക്സാമ്പിൾ ആണ് ഗിഫ്റ്റ്. എന്താണ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ജനറ്റിക്കലി ഇംപ്രൂവ്ഡ് ഫാംഡ് തിലാപ്പിയ എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ എന്താണ്, ഡിസീസ് റെസിസ്റ്റൻസ് ഉള്ള, അതിന് ഫീഡ് കുറച്ച് മതി, അതുപോലെ എന്താണ് എൻവയോൺമെന്റൽ ടോളറൻസ് ഉണ്ട്, ഏത് സാഹചര്യത്തിലും അവര് സർവൈവ് ചെയ്യും, ഫാസ്റ്റ് ഗ്രോയിങ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, എന്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നമ്മുടെ അക്വാകൾച്ചർ പ്രൊഡക്ഷന് ഇംപ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് ഏറ്റവും കൂടുതൽ കോസ്റ്റ് ആവുന്നത് ഇവർക്ക് ഫീഡ് കൊടുക്കാനാണ് അല്ലെ. അപ്പൊ ഫീഡ് നമ്മൾ കുറച്ച് കൊടുത്താൽ മതി എന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ഒരുപാട് പ്രോഫിറ്റ് കിട്ടും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസമിന്റെ ഒരു അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. ഇനി ഇതിന് കുറെ റിസ്ക് ഉണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, എപ്പോഴെങ്കിലും നമ്മുടെ നാച്ചുറൽ ഹാബിറ്റാറ്റിലേക്ക് ഇവര് എസ്കേപ്പ് ആയി പോവുകയാണെങ്കിൽ, നാച്ചുറൽ ഹാബിറ്റാറ്റിൽ ചെന്നിട്ട് ഇവർ എന്ത് ചെയ്യാം, നോർമലി നമ്മുടെ ഇവിടെ കാണുന്ന തനത് സ്പീഷീസിനെയൊക്കെ എന്ത് ചെയ്യാം, അവരെ കഴിച്ചിട്ട് അല്ലെങ്കിൽ അവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യാം, എന്നിട്ട് അവരെ എന്താക്കാം, എക്സ്റ്റിൻഡ് ആക്കാം. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതുപോലെ ബയോഡൈവേഴ്സിറ്റി ത്രെഡ്സ് കാരണം, അതായത് ഇത് തന്നെയാണ് നമ്മുടെ എന്താണ് എക്കോസിസ്റ്റത്തിന് ഒരു എക്കോസിസ്റ്റം ബാലൻസിനെ നശിപ്പിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതാണ് മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുന്നത്. ദെൻ അതുകൊണ്ട് തന്നെ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസിന് എന്ത് ആവശ്യമാണ്, സ്ട്രിക്റ്റ് ബയോസേഫ്റ്റി റെഗുലേഷൻസ് ആവശ്യമാണ്. ഓക്കെ, പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത മെയിൻ ആയിട്ടുള്ള ഓർഗനൈസേഷൻ എഗ്രിമെന്റ്സിനെ പറ്റിയിട്ടൊക്കെയാണ്. ദെൻ പേറ്റന്റിനെ പറ്റി പറഞ്ഞു, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിന്റെ എഗ്രിമെന്റിനെ പറ്റി പറഞ്ഞു, അതുപോലെ ബയോപൈറസിയെ പറ്റി പറഞ്ഞു, ഇപ്പോൾ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസമിനെ പറ്റി പറഞ്ഞു. അപ്പൊ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. ഈ ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ടൊക്കെ അല്ലെങ്കിൽ അഗ്രിമെന്റ്സിനെ പറ്റിയിട്ട് അവരുടെ മെയിൻ ഒബ്ജക്റ്റീവിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നല്ലതായിട്ട് എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. നമ്മുടെ എക്സാംസ് മിക്കവാറും ഒരു 1 month അല്ലെങ്കിൽ 2 monthനുള്ളിൽ എക്സാം കാണും. അപ്പം എല്ലാവരും നന്നായി പ്രിപ്പയർ ചെയ്യുക, ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായി ചെയ്ത് പഠിക്കുക. മറ്റൊരു ടോപ്പിക്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. Till then, bye.